ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കിയാലോ. ചുട്ടരച്ച ചമ്മന്തി, അതായത് വഴുതനങ്ങ ചുട്ടരച്ച ചമ്മന്തിയാണ്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. ഇത് നമുക്ക് നമ്മളെ തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയുടെ ഏകദേശ ടേസ്റ്റ് വരുന്ന ഒരു തൊടുകറിയായിട്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടുകറിയായിട്ടോ യൂസ് ചെയ്യാൻ പറ്റും. ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടാകുമ്പോൾ വെളുത്തുള്ളി അതേപോലെ തന്നെ നമ്മളെ വഴുതനങ്ങ ചൂടാക്കാൻ വയ്ക്കാം. നമ്മളിങ്ങനെ പാനിൽ വെക്കുമ്പോൾ നമുക്ക് അധിക നേരം ഇങ്ങനെ ഈ പപ്പടക്കോലിൽ കോർത്തിട്ട് നമ്മളിങ്ങനെ വെക്കുമ്പോൾ കുറേ നേരം നമ്മളത് പിടിച്ച് നിൽക്കണം. ഇതൊരു പകുതി വേവാവുന്ന വരെ നമുക്ക് വഴുതനങ്ങ ഇങ്ങനെ ചുട്ടെടുക്കാം. നമ്മൾ ഗാർലിക്ക് ഇവിടെ, അതായത് വെളുത്തുള്ളി ഇവിടെ ചുട്ടിട്ട് ആയിട്ടുണ്ട്. നമ്മളെ വഴുതനങ്ങ ഇവിടെ പകുതി വേവായിട്ടുണ്ട്. ഇനി വറ്റൽമുളക് ഇതേപോലെ കോർത്തിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതേപോലെ പകുതി വെന്ത നമ്മളുടെ ഈ വഴുതനങ്ങ ഉണ്ടല്ലോ, ഇതേപോലെ പപ്പടക്കോലിൽ പിടിക്കാം. എന്നാലാണ് ശരിക്ക് ഒരു ചുട്ട ഫീലിംഗ് വരുള്ളൂ. പക്ഷേ നമ്മളത് ആദ്യമേ അങ്ങനെ പിടിക്കുകയാണെങ്കിൽ കുറേ ടൈം നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് പാനിൽ വെച്ചത്. ഇനി നമുക്ക് മിക്സിയിലോട്ട് നമ്മളെ വറ്റൽമുളകും അതേപോലെ തന്നെ ചമ്മന്തിക്ക് വേണ്ട പുളിയും, ആവശ്യത്തിന് വേണ്ട പുളിയും, പിന്നെ വെളുത്തുള്ളി നമുക്ക് തോല് കളഞ്ഞിട്ട് എല്ലാം കൂടെ നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ ഈ വഴുതനങ്ങയുടെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യണം. അപ്പോൾ അതിൽ കറുപ്പ് കാണുന്ന എല്ലാ ഭാഗവും നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. പിന്നെ അതിൻ്റെ ഉൾവശം നല്ല ചൂടായിരിക്കും. അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് തണുപ്പ് ആവും ചെയ്യും. എന്തെങ്കിലും പുഴുക്കുത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കാണാനും പറ്റും ചെയ്യും. അപ്പം നമുക്ക് പെട്ടെന്ന് ചൂടാറാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി. പിന്നെ നമുക്ക് ഒരു എക്സ്ട്രാ ചേർക്കേണ്ട ഒരു സാധനം എന്താ വെച്ചാൽ നമ്മൾ ചുവന്നുള്ളി നമുക്ക് ചേർക്കണം. ചുവന്നുള്ളി ചൂടൊന്നും വേണ്ട, വെറുതെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് ഉപ്പ്, നമ്മളെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേലോട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വഴുതനങ്ങ ചുട്ടരച്ച ചമ്മന്തി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.